അത്യാഗ്രഹം ആപത്ത് വരുത്തുമെന്ന് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ അത്യാഗ്രഹികളായ പലർക്കും ആപത്ത് വരുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ അത്യാഗ്രഹികളായ ആളുകൾ കാരണം മറ്റുള്ളവർക്ക് വിഷമങ്ങൾ വരുമ്പോൾ അത് നമ്മളിലും ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിൽ ഒരു അത്യാഗ്രഹി കാരണം ഒരു നാട് മൊത്തം ഇല്ലാതായ ഒരു കഥയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കഥയെ പറ്റിയല്ല, ഒരു ചരിത്രമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ലിയോപോൾഡ് രണ്ടാമൻ ബെൽജിയം നാട്ടിൻ്റെ രാജാവായിരുന്നു. ഇയാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത്യാഗ്രഹി. ഇയാളുടെ അത്യാഗ്രഹം കാരണം നശിച്ചു പോയ നാട് അത് ആഫ്രിക്കയിലുള്ള കോങ്കോ എന്ന നാടായിരുന്നു. 137 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലുള്ള കോങ്കോ എന്ന സ്ഥലം ഈ രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. ഇങ്ങനെ ബെൽജിയത്തിലുള്ള ഒരു രാജാവിന് കോങ്കോ പോലുള്ള ഒരു സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലും ഒരു ചതിയുടെ കഥ, ഒരു ചതിയുടെ ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അന്ന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണും ഏറ്റവും കൂടുതൽ നല്ലവരായ ജനങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആഫ്രിക്ക. അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ബെൽജിയത്തിൻ്റെ രാജാവായ ലിയോപോൾഡ് രണ്ടാമന് ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്, ആഫ്രിക്കയിൽ ഒരു കോളനി ഉണ്ടാകണം. എന്നാൽ ഈ രാജാവിന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ബെൽജിയത്തിൻ്റെ ഒരു പാർലമെൻറ്റിന് കീഴിലായിരുന്നു ഈ രാജാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പാർലമെൻറ്റ് സമ്മതം കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനോട് അനുവാദം ചോദിക്കുന്നുണ്ട് ലിയോപോൾഡ് രണ്ടാമൻ ഇത്തരത്തിലുള്ളൊരു കോളനി ആഫ്രിക്കയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിന് ചിലവാകുന്ന ഭീമമായ തുകയും അതുപോലെ തന്നെ വമ്പൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ഇറ്റലി, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളും ആഫ്രിക്കയിൽ കോളനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബെൽജിയവും അവിടെ കോളനി നിർമ്മിച്ചാൽ അത് ഒരു വിദേശത്തിന് കാരണമാകും എന്ന കാരണം പറഞ്ഞ് ഈ ആവശ്യം പാർലമെൻറ്റ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആഫ്രിക്കയിൽ ഒരു കോളനി ഉണ്ടാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്ന ലിയോപോൾഡ് രണ്ടാമൻ മറ്റൊരു തന്ത്രവുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. അത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇൻ്റർനാഷണൽ ആഫ്രിക്കൻ അസോസിയേഷൻ. ആഫ്രിക്കൻ ജനതയുടെ ജീവിത ശൈലി മെച്ചപ്പെടുത്താനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുമായിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് ഇത് രൂപം കൊണ്ടത്. എന്നാൽ ആ സമയത്ത് ലോകരാജ്യങ്ങളെല്ലാവരും ആഫ്രിക്കയിൽ കോളനികൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കാരണം ആഫ്രിക്കയിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഈ ലോകരാജ്യങ്ങൾക്ക് കൊള്ളയടിക്കാനുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവത്തെ അവർ പറഞ്ഞിരുന്നത് ദ സ്ക്രാമ്പിൾ ഓഫ് ആഫ്രിക്ക എന്നായിരുന്നു. ഈ സമയത്താണ് ലിയോപോൾഡ് രണ്ടാമൻ ആഫ്രിക്കൻ ജനതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുന്നത്. ഈ സംഘടനയുടെ ലക്ഷ്യം നേരത്തെ പറഞ്ഞുവല്ലോ, ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ആഫ്രിക്കൻ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അവരുടെ നാഗരികമായ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരിക എന്ന രീതിയിലൊക്കെ ആയിരുന്നു പുറത്തുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സംഘടനയുടെ നേതാവായിട്ട് ഹെൻറി മോർട്ടൺ സ്റ്റാൻലി എന്ന ഒരാളെ നിയമിക്കുകയും ചെയ്യുന്നു. ഇയാൾ ഒരു എക്സ്പ്ലോററും ഒരു പത്രപ്രവർത്തകനുമായിരുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ ഈ സംഘടനയുടെ ലക്ഷ്യം ആഫ്രിക്കൻ ജനതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമുണ്ടായിരുന്നത് ലിയോപോളിന് വേണ്ടി സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴടക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി ഈ സ്റ്റാൻലി ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ആരും എത്തിപ്പെടാത്ത ഉൾക്കാടുകളിൽ പോയി ഇയാൾ അവിടുത്തെ ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് അവരുടെ സ്ഥലങ്ങൾ എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. ഈ ചെറിയ സമ്മാനങ്ങൾ വാങ്ങി അവർ കൊടുക്കുന്ന പേപ്പറുകളിൽ ഒപ്പുവെച്ച് കൊടുക്കുന്ന ആഫ്രിക്കക്കാർക്ക് അപ്പോൾ അറിയുമായിരുന്നില്ല അവർ ആ സമ്മാനങ്ങൾക്ക് പകരമായിട്ട് കൊടുക്കുന്നത് അവരുടെയും അവരുടെ മക്കളുടെയും നല്ല ഭാവിയായിരുന്നു എന്ന്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ കയ്യിൽ നിന്നും തന്ത്രപരമായിട്ട് സ്ഥലങ്ങൾ അത്രയും ലിയോപോൾഡിന്റെ പേരിലേക്ക് അയാൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ആഫ്രിക്കൻ ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളായതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ജനങ്ങളും അയാളെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ബെൽജിയം ആഫ്രിക്കയിൽ കോളനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളും, ഇറ്റലി, ഫ്രാൻസ് പോലുള്ള മറ്റ് രാഷ്ട്രങ്ങളും ആഫ്രിക്കയിൽ വലിയ രീതിയിലുള്ള കോളനികൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ സമയത്താണ് ലിയോപോൾഡ് രണ്ടാമന് മറ്റൊരു ഭയം ഉണ്ടാകുന്നത്. കാരണം അയാൾ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലം മറ്റ് രാജ്യങ്ങൾ വന്ന് ആക്രമിച്ച് കൊണ്ടുപോകുമോ എന്നൊരു ഭയം അയാൾക്ക് ഉണ്ടാവാൻ ആരംഭിച്ചു. അതിനുവേണ്ടി ജർമ്മനി മുഖാന്തരം എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കത്ത് ലിയോപോൾഡ് രണ്ടാമൻ അയക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി പങ്കെടുക്കുകയും ചെയ്യുന്നു. ആ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ആഫ്രിക്കയിൽ അവരുടെ ഭാഗങ്ങൾ അവർക്ക് പിരിച്ചു നൽകുക എന്നതായിരുന്നു. എന്നാൽ ലിയോപോൾഡ് രണ്ടാമൻ്റെ പ്രധാന ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അയാൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമാവകാശം
അയാൾക്ക് തന്നെ വേണമെന്ന ഒരു തീരുമാനമുണ്ടാക്കലായിരുന്നു ലിയോപോൾഡ് രണ്ടാമൻ്റെ ഉദ്ദേശം. ആ ചർച്ചയ്ക്കൊടുവിൽ ലിയോപോൾഡ് രണ്ടാമൻ കരുതിയതുപോലെ തന്നെ അയാളുടെ സ്ഥലത്തിൻ്റെ പൂർണ്ണ അവകാശം ലിയോപോൾഡ് രണ്ടാമന് തന്നെ ലഭിക്കുകയുണ്ടായി. അതായത് ആ സ്ഥലം ലിയോപോൾഡ് രണ്ടാമൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറി എന്ന് വേണം പറയാൻ. ആ സ്ഥലം എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഏകദേശം 23,50,000 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ആ സ്ഥലത്തിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നത്. ആ സ്ഥലത്തെ കാങ്കോ ഫ്രീ സ്റ്റേറ്റ് എന്ന പേര് നൽകി ലിയോപോൾഡ് രണ്ടാമൻ ഭരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ സ്ഥലം ലിയോപോൾഡ് രണ്ടാമന് അംഗീകരിച്ചു കൊടുക്കാനുള്ള കാരണം മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് കൂടുതലായിട്ട് മറ്റ് രാഷ്ട്രങ്ങൾ കൊണ്ടുപോയിരുന്നത് സ്വർണം, വജ്രം പോലുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ലിയോപോൾഡ് രണ്ടാമൻ ആക്രമിച്ച് കീഴടക്കിയ സ്ഥലത്ത് ഈ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ലഭ്യത വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപയോഗമില്ലാത്ത ഈ സ്ഥലം അയാൾ തന്നെ എടുത്തോട്ടെ എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു മറ്റ് രാഷ്ട്രങ്ങൾ ഇയാൾക്ക് ഈ സ്ഥലം എഴുതി കൊടുത്തത്. ആഫ്രിക്കയിൽ ആ കോളനി ഉണ്ടാക്കാൻ വേണ്ടി ലിയോപോൾഡ് രണ്ടാമന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടായിരുന്നു. ഈ പൈസ അത്രയും ബെൽജിയം പാർലമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടായിരുന്നു അയാൾ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കോളനിയിൽ നിന്നും ലഭിക്കുന്ന പൈസ അയാൾക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ബെൽജിയം പാർലമെൻറ്റിൽ നിന്ന് വാങ്ങിച്ച പൈസ കട തീർക്കാനായിട്ടുള്ള ഒരു പണം ഈ കോളനിയിൽ നിന്നും അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് യൂറോപ്പിൽ ഓട്ടോമൊബൈൽ കമ്പനിയിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആ സമയത്ത് വണ്ടികൾക്കുള്ള ടയർ നിർമ്മിക്കാൻ വലിയ രീതിയിൽ റബ്ബർ ആവശ്യമായിട്ട് വന്നു. ഇത് ലിയോപോൾഡ് രണ്ടാമന് ലോട്ടറി അടിച്ച പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അയാൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്ത് അത്രയും റബ്ബർ മരങ്ങൾ തിങ്ങി വളർന്നിരിക്കുകയായിരുന്നു. ഇനി വരാനിരിക്കുന്ന ബിസിനസ് സാധ്യത കണ്ട് മനസ്സിലാക്കിയ ലിയോപോൾഡ് രണ്ടാമൻ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി സ്ഥലം എല്ലാം ഗവൺമെൻറ്റിന് സ്വന്തമാണെന്ന ഒരു നിയമം ഇറക്കുന്നു. അതിനുശേഷം റബ്ബർ ശേഖരിക്കാനായിട്ട് 2 കമ്പനികളെയും ചുമതലപ്പെടുത്തുന്നുണ്ട്. ആ കമ്പനിയുടെ പേര് സൊസൈറ്റി അൻവർ സോസെ, അതുപോലെ തന്നെ ആംഗ്ലോ ബെൽജിയം ഇന്ത്യ റബ്ബർ കമ്പനി. ഈ 2 കമ്പനികൾക്കായിരുന്നു ആ ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ റബ്ബർ ശേഖരിക്കാൻ ആ കമ്പനികൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു സ്വാതന്ത്ര്യം കൂടി ലിയോപോൾഡ് രണ്ടാമൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് റബ്ബർ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും ആ കമ്പനികൾക്ക് സ്വീകരിക്കാം. അത്രയും സ്വാതന്ത്ര്യം കോങ്കോ നാട്ടിൽ ആ കമ്പനികൾക്കുണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യം കയ്യിലെടുത്ത് അവർ ആദ്യം ചെയ്തത് ആ നാട്ടിലെ പുരുഷന്മാരെ അടിമകളാക്കി മാറ്റുക എന്നതായിരുന്നു. അവരോട് കാട്ടിൽ പോയി റബ്ബർ ശേഖരിക്കാൻ വേണ്ടി കമ്പനി പറയുന്നുണ്ട്. എന്നാൽ ഇതിനവർ തയ്യാറാകുന്നില്ല. എന്നാൽ അത്തരത്തിൽ തയ്യാറാവാത്ത പുരുഷന്മാരെ കെട്ടിയിട്ട് തോല് പൊളിയുന്നത് വരെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഭാര്യയെയും കുട്ടികളെയും പിടിച്ചു വെച്ച് റബ്ബർ കൊണ്ടുവന്നാൽ മാത്രമേ ഇവരെ വിട്ടുതരികയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ റബ്ബർ ശേഖരിക്കാൻ പോയ കോങ്കോ ജനങ്ങൾക്ക് അവരൊരു ടാർജറ്റും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ ടാർജറ്റ് എത്രത്തോളമാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 24 മണിക്കൂറും നിർത്താതെ ജോലി ചെയ്താൽ പോലും അത്രത്തോളം റബ്ബർ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്ത ആളുകളെ നിഷ്കരണം കൊന്നുകളയുകയായിരുന്നു കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ പുരുഷന്മാരെ കൊന്ന് പുരുഷന്മാരെ ഇല്ലാതായ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നും കുട്ടികളെ ലൈംഗിക അടിമകളാക്കിയും ആ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവർക്ക് കുറച്ച് പട്ടാളക്കാരെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പുറം രാജ്യങ്ങളിൽ നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവരാനുള്ള സൗകര്യം അവർക്കുണ്ടായിരുന്നില്ല. കാരണം ആ സംഘടന, ലിയോപോൾഡ് രണ്ടാമൻ്റെ സംഘടന ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്നത് ആഫ്രിക്കൻ ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായിരുന്നു പുറത്തുള്ള കാഴ്ചപ്പാട്. എന്നാൽ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യമായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ ആഫ്രിക്കയിൽ നിന്നുള്ളവരെയോ അല്ലെങ്കിൽ ബെൽജിയത്തിൽ നിന്നുള്ളവരെയോ കൊണ്ടുവരേണ്ടിയിരുന്നു. അത്തരത്തിലുള്ള ജനങ്ങളെ കൊണ്ടുവന്ന് അവരെ പട്ടാളക്കാരാക്കി മാറ്റുകയായിരുന്നു അന്നത്തെ കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തത്, കൂടുതലായിട്ട് പിടിച്ചു കൊണ്ടുവന്ന വിഭാഗം ഏതാണെന്ന് വെച്ചാൽ സാപ്പോ എന്ന വിഭാഗത്തിന് ആയിരുന്നു കൂടുതലായിട്ട് അവർ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആഫ്രിക്കയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകളെയും പിടിച്ചു കൊണ്ടുവന്ന് പട്ടാളക്കാരായി മാറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചു. ഈ പട്ടാളക്കാരെ അവർ വിളിച്ചിരുന്നത് ഫോഴ്സ് പബ്ലിക് എന്നായിരുന്നു. ഇവരെ എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്ത ഗ്രാമങ്ങളിലേക്ക് ഇവരെ പറഞ്ഞയക്കുമായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം ആ ഗ്രാമത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഫോഴ്സിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊന്നോ മുതിർന്നവരൊന്നോ നോക്കാതെ
എല്ലാവരെയും അവർ കൊന്നുതള്ളി. മാത്രമല്ല സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കുട്ടികളെ ലൈംഗിക അടിമകളാക്കി മാറ്റിയും ഈ പട്ടാളം അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഗ്രാമത്തിൽ കുറച്ച് ആരോഗ്യമുള്ള കുട്ടികളെ അവർ പിടിച്ചുകൊണ്ടുപോയി ലിയോപോൾഡ് രണ്ടാമൻ ഉണ്ടാക്കിയിരുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുൻപിൽ ലിയോപോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ കൊണ്ടുവരുന്ന കുട്ടികളെ ആയുധ പരിശീലനങ്ങൾ നടത്തി പബ്ലിക് ഫോഴ്സിലേക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇങ്ങനെ പബ്ലിക് ഫോഴ്സിൽ ചേർന്ന ആഫ്രിക്കക്കാർ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടത്തിയിട്ടായിരുന്നു അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന സമയം പല കുട്ടികളും തളർന്നു വീണ് മരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോങ്കോയിലെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ നാട്ടിൽ തന്നെ ജീവിക്കണമെന്ന് കരുതി വലിയ രീതിയിൽ റബ്ബർ ശേഖരിക്കാൻ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ആ നാട്ടിലെ റബ്ബറിൻ്റെ ഉൽപ്പാദനം വളരെ വലുതാവാൻ ആരംഭിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ 1895 മുതൽ 1900 വരെ ഏകദേശം 5 വർഷം 550 ടൺ എന്ന സ്ഥലത്തു നിന്നും 3750 ടൺ എന്ന നിലയിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അവിടെ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ബെൽജിയത്തിൽ ലിയോപോൾഡ് രണ്ടാമൻ ആർഭാട ജീവിതം നയിക്കുമ്പോൾ ഇവിടെ ഓരോ ദിവസവും നൂറുകണക്കിന് ആഫ്രിക്കൻ ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരുന്നു. ഈ നാടുകളിൽ നിന്നും വളരെയധികം ലാഭം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊന്നും അയാൾ തൃപ്തനായിരുന്നില്ല. അയാൾക്ക് ഇനിയും കൂടുതൽ ലാഭം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്പനികൾക്ക് അയാൾ ടാർജറ്റ് അധികമാക്കാൻ ആരംഭിച്ചു. ഈ കമ്പനികൾ കോങ്കോയിലുള്ള ജനങ്ങളുടെ മേലെ ഈ ടാർജറ്റ് അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്ത ജനങ്ങളെ നിഷ്കരണം കൊന്നുകളയാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പട്ടാളം ഉണ്ടല്ലോ, പബ്ലിക് ഫോഴ്സ്, ഇവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ലിയോപോൾഡ് രണ്ടാമൻ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്ത ആളുകളെ കൊന്നതിന് ശേഷം അയാളുടെ കൈപ്പത്തി മുറിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് ശമ്പളം ലഭിച്ചിരുന്നുള്ളൂ. മാത്രമല്ല ഏറ്റവും കൂടുതൽ കൈപ്പത്തി കൊണ്ടുവരുന്ന ആളുടെ ജോലി സമയം, അതായത് ജോലി കാലാവധി കുറയ്ക്കുകയും അവർക്ക് കൂടുതൽ ബോണസ് കൊടുക്കുകയും ചെയ്യുമെന്ന് അയാൾ വിളംബരം ചെയ്യുകയുണ്ടായി. ഇത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. കാരണം കുട്ടികളൊന്നോ മുതിർന്നവരൊന്നോ സ്ത്രീകളൊന്നും നോക്കാതെ സകലരുടെയും കൈപ്പത്തി വെട്ടിയെടുക്കാൻ ആരംഭിച്ചു ഈ പട്ടാളം. കാരണം അവർക്ക് ആ ജോലിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണമായിരുന്നു. അതിനുവേണ്ടി ആ ജനങ്ങളുടെ കൈകൾ വെട്ടിക്കൊണ്ടേയിരുന്നു. പലർക്കും ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ തൻ്റെ കൈകൾ വെട്ടിയെടുക്കാൻ വേണ്ടി പട്ടാളത്തിന് മുന്നിലേക്ക് സ്വന്തം കൈ നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങൾക്കിടയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരിച്ചതായിട്ട് അഭിനയിച്ച് പലരും കിടന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും വിഷമകരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശവശരീരങ്ങളുടെ കൈകൾ വെട്ടിയെടുക്കുന്ന കൂട്ടത്തിൽ ഈ മരിച്ചതായിട്ട് അഭിനയിക്കുന്നവരുടെ കൈകളും അവർ വെട്ടിയെടുത്തിരുന്നു. ഈ സമയം അത്രയും ദേഹമൊന്ന് അനങ്ങിയാൽ അവർ കൊന്നുകളയുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വന്തം കൈ വെട്ടിയെടുക്കുന്ന വേദനയിലും ഒന്ന് അനങ്ങാതെ കിടക്കുകയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പല റിപ്പോർട്ടിലും അവർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ വെട്ടിയെടുത്ത കൈ നോക്കിയിരിക്കുന്ന പിതാവിൻ്റെ ചിത്രം ഇന്നും തീരാത്ത നോവായി ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോങ്കോയിലെ ജനങ്ങളുടെ കൈകൾ മുറിച്ചു മാറ്റുന്നതിനെ പറ്റി ലിയോപോളിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അവിടുത്തെ ജനങ്ങളുടെ ഏത് അവയവം മുറിച്ചാലും കൈകൾ മാത്രം ഞാൻ മുറിക്കില്ല. കാരണം അവരുടെ കൈകൾ എനിക്ക് അവിടെ വളരെ അത്യാവശ്യമാണ്. ഇതായിരുന്നു അയാൾ പറഞ്ഞ മറുപടി. അതായത് അയാൾ ആ ജനങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്താലും ഒരിറ്റു കുറ്റബോധം പോലും അയാൾക്കുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോങ്കോയിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ ഉപയോഗിച്ച് അയാൾ ഒരു മ്യൂസിയം ആരംഭിക്കുകയുണ്ടായി. ആ മ്യൂസിയത്തിൽ ആളുകളെ പ്രധാനമായും ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 260ഓളം മനുഷ്യരായിരുന്നു. അതായത് കോങ്കോയിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന 260ഓളം മനുഷ്യരെ മറ്റുള്ളവർക്ക് കാഴ്ചവസ്തുവായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആഫ്രിക്കൻ ജനതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവർ ഒരു മ്യൂസിയത്തിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു കാഴ്ചവസ്തുവാക്കി മാറ്റിയത് എന്നാണ്. ഏതൊരു പ്രശ്നത്തിനും ഒരു അവസാനം ഉണ്ടാവും. ലിയോപോളിൻ്റെ ദുർഭരണത്തിനും ഒരു അവസാനമുണ്ടായി. അതും ഒരു പത്രപ്രവർത്തകൻ കാരണമായിരുന്നു. അയാളുടെ പേര് ഇ.ഡി. മൊറായിൻ. ഇയാൾ കോങ്കോയിൽ നടക്കുന്ന അനീതിക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. അത് പതിയെ ജനങ്ങളുടെ രോഷത്തിന് കാരണമാക്കി. ജനങ്ങളെല്ലാവരും ലിയോപോൾഡ് രണ്ടാമനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്താനും ആരംഭിച്ചു.
ഈ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ലോകരാജ്യങ്ങൾ ബെൽജിയത്തിനോട് മറ്റൊരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ലിയോപോൾഡ് രണ്ടാമൻ്റെ കയ്യിൽ നിന്നും കോങ്കോയെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ വളരെ ഗൗരവമുള്ളതായിരിക്കുമെന്നൊരു വാണിംഗ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ ബെൽജിയം ലിയോപോൾഡ് രണ്ടാമൻ്റെ കയ്യിൽ നിന്നും 1908 കോങ്കോയെ മോചിപ്പിക്കുന്നു. അതിനുശേഷം 1960 ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നതുവരെ കോങ്കോയെ ഭരിച്ചിരുന്നത് ബെൽജിയം പാർലമെൻ്റ് ആയിരുന്നു. എന്നാൽ ഇത്രയേറെ ക്രൂരതകൾ ചെയ്തിട്ടും ലിയോപോൾഡ് രണ്ടാമൻ ഒരു ശിക്ഷ പോലും അനുഭവിക്കാതെ 1909 മരണപ്പെടുകയാണ് ചെയ്തത്. പല ചരിത്രങ്ങളും പിന്നീട് മായ്ക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഈ ലിയോപോൾഡ് രണ്ടാമൻ്റെ ഈ കറുത്ത ചരിത്രവും മായ്ക്കപ്പെട്ടത്. അയാൾ പിന്നീട് ഒരു വീരനായി, ഒരു യോദ്ധാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അയാളുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും അയാൾക്ക് വേണ്ടിയിട്ടുള്ള ശില്പങ്ങളും പ്രതിമകളും ഉയരാൻ ആരംഭിച്ചു. രണ്ടാം ലോക മഹായുദ്ധ കാലത്തായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ലിയോപോൾഡ് രണ്ടാമൻ്റെ ദുഷ്പ്രവർത്തികൾ മനസ്സിലാക്കിയ ജനങ്ങൾ അയാൾ വെറുക്കാൻ ആരംഭിച്ചു. ഇന്നും ക്രൂരതയുടെ മുഖമായി ലിയോപോൾഡ് രണ്ടാമൻ ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ ബ്രോസ്, ഈ സംഭവം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ കണ്ട് നമ്മളെടുക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.